ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹനമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് വർത്തമാനകാലം 3 വിധമാണെന്നും അത് ഏതൊക്കെയാണെന്നും പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു? സാമാന്യ വർത്തമാനകാൽ, തത്കാലിക വർത്തമാനകാൽ, സന്ദിഗ്ധ വർത്തമാനകാൽ. അതിൽ നമ്മൾ സാമാന്യ വർത്തമാനകാലം എന്താണെന്നാണ് പഠിക്കാൻ ശ്രമിച്ചത് അല്ലേ? അതിന് ഒരു ഉദാഹരണം എഴുതിയിരുന്നു. എന്തായിരുന്നു? ലഡ്ക പുസ്തക് പഠ്താ ഹെ. അപ്പോൾ ഇത് സാമാന്യ വർത്തമാനകാലത്തിലാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് പറഞ്ഞത്. എന്താ ഈ സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ എന്താ? വർത്തമാനകാലം എന്ന് പറയുമ്പോൾ അല്ലേ, ഇപ്പോൾ നടക്കുന്ന ക്രിയാരൂപം അല്ലേ? അപ്പം അതിൽ സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ വർത്തമാനകാലത്ത് നടക്കുന്നു എന്ന് സാമാന്യമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപം അല്ലേ? ഒന്നുകൂടി പറയാം, ക്രിയ വർത്തമാനകാലത്തിൽ നടക്കുന്നു എന്ന് സാമാന്യമായി സൂചിപ്പിക്കുന്ന ക്രിയയുടെ രൂപമാണ് സാമാന്യ വർത്തമാനകാലം. അപ്പം ഇവിടെ ഞാനൊരു ഉദാഹരണം എഴുതിയിരിക്കുന്നു, ശ്രദ്ധിക്കുക. ലഡ്ക പുസ്തക് പഠ്താ ഹെ അല്ലേ? അപ്പോൾ ഇവിടെ ലഡ്ക എന്നുള്ളത് എന്താണ്? ലഡ്ക എന്നുള്ളത് കർത്താവാണ് അല്ലേ? കർത്താവ് മലയാളത്തിൽ എഴുതാമല്ലോ കുട്ടികളെ. കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതുന്നത് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക, പിന്നീട് ഹിന്ദിയിലേക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കർത്താവ് ലഡ്ക എന്നാണ്. ലഡ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പുല്ലിംഗ ഏകവചനമാണ് അല്ലേ? പുല്ലിംഗ ഏകവചനമാണ് അല്ലേ കർത്താവ്? അപ്പം പുല്ലിംഗ ഏകവചനം വരുമ്പോൾ ക്രിയയെ എന്തായി മാറുന്നു കുട്ടികളെ? താഹെ എന്നായി മാറുന്നു അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ക്രിയാധാതു എന്ന് പറയുന്നത് എന്താ കുട്ടികളെ? പട് അല്ലേ? പട്, ഇതാണ് ക്രിയാധാതു അല്ലേ? ക്രിയയുടെ മൂലരൂപത്തെ ക്രിയാധാതു എന്ന് പറയുന്നു. അപ്പം ഈ ക്രിയാധാതുവോട് കൂടിയിട്ട് കാണുന്നുണ്ടോ മക്കളെ? കാണുന്നില്ല, ഉണ്ടോ? പട് പ്ലസ് താ ഹെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ക്രിയാധാതുവിനോട് കൂടെ താ ഹെ എന്ന് ചേരുമ്പോൾ നമുക്കെന്ത് കിട്ടുന്നു? സാമാന്യ വർത്തമാനകാല രൂപം കിട്ടുന്നു. അപ്പം കർത്താവ് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ എന്ത് കിട്ടുന്നു? ക്രിയാധാതുവിനോടുകൂടി താഹെ ചേർക്കുന്നു. ഇനി കർത്താവ് എന്നുള്ളത് പുല്ലിംഗ ബഹുവചനമായിക്കോട്ടെ. പുല്ലിംഗ ബഹുവചനമാണെങ്കിലോ ലഡ്കെ പുസ്തക് പഠ്തേ ഹെ. അപ്പം ഇവിടെ എന്താ വരുന്നു? ക്രിയാധാതു പ്ലസ് തേ ഹെ. മനസ്സിലാവുന്നുണ്ടോ കുട്ടികളെ? തേ ഹെ എന്ന് വരുന്നു അല്ലേ? പട് പ്ലസ് അല്ലേ തേ ഹെ. അപ്പം ഇവിടെ കണ്ടല്ലോ. ഇനി നമുക്ക് ക്രിയാധാതു ഇവിടെ എന്താണ്? അല്ല, ഇവിടെ ക്രിയാധാതു സോറി കുട്ടികളെ, കർത്താവ് ഇവിടെ ലഡ്കി എന്നാണ്. ലഡ്കി എന്നാണെങ്കിൽ എന്താ കുട്ടികളെ വരിക? സ്ത്രീലിംഗ ഏകവചനമാണ്. ഒരു കുട്ടിയേ ഉള്ളൂ അല്ലേ? സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ എന്തായി വരുന്നു നോക്കാം. ഇവിടെ കർത്താവ് സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ലഡ്കി പുസ്തക് പഠ്തി ഹെ എന്ന് പറയുന്നു. അതുകൊണ്ട് ക്രിയാധാതു പ്ലസ് പട് അല്ലേ? പട് ക്രിയാധാതു പ്ലസ് തീ ഹെ എന്ന് വരുന്നു. ഇത് മനസ്സിലാക്കി ഞങ്ങൾക്ക് എളുപ്പമാട്ടോ കുട്ടികളെ, കാലെല്ലാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്രിയാധാതു പ്ലസ് തീ ഹെ എന്ന് വരുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിലോ കുട്ടികളെ, കർത്താവ് സ്ത്രീലിംഗ ബഹുവചന രൂപമാണെങ്കിൽ എന്തായി വരുന്നു? ലഡ്ക്യാ പുസ്തക് പഠ്തി ഹായ്, കണ്ടോ? അപ്പം ക്രിയാധാതു പ്ലസ് തീ ഹായ് എന്ന് വരുന്നു. മനസ്സിലായല്ലോ? തീ ഹായ്. പട് ഇത് എഴുതണോ? മനസ്സിലാക്കുമോ? ഇനി അടുത്തത്. അപ്പം 4 രൂപത്തിൽ നമ്മൾ എഴുതി അല്ലേ? ഇനി മറ്റ് സവിശേഷത കൂടിയുണ്ട് അല്ലേ? നമ്മൾ പൊതുവേ കേൾക്കുന്ന ഹേ, ഹായ്, ഹും, ഹോ അല്ലേ? ഇത് പണ്ടേ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കുകളാണ് അല്ലേ? അപ്പം ഇവിടെ എന്താ?
മേ എന്ന രൂപം, മേ എന്ന കർത്താവ്, രൂപമല്ല കർത്താവ്, ഇത് എന്താണ്? പുല്ലിംഗ ഏകവചനമാണെങ്കിൽ ഇതെന്താണ്? മേ എന്നുള്ളത് പുല്ലിംഗം അല്ലേ? ഈ കർത്താവ് മേ, ഞാൻ എന്നുള്ളത് പുല്ലിംഗ ഏകവചനമാണ്. അപ്പോൾ എന്താണ് വരുന്നത് കുട്ടികളെ? താഹും. കണ്ടോ, ഇവിടെ മാറ്റം വന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? ക്രിയാധാതുവിനോട് കൂടിയിട്ട് എന്താ വരിക കുട്ടികളെ? താ ഹും. കാണുന്നില്ല മക്കളെ? താഹും എന്ന് വരുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം, മറ്റൊരു കാര്യം കൂടെ നോക്കാം. എന്താ നോക്കുക? ഇനി നമുക്ക് മേ എന്നുള്ളത്, ഞാൻ എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനമാട്ടെ. എന്താ വരിക? ക്രിയാധാതുവിനോട് കൂടിയിട്ട് എന്ത് വരുന്നു? തീ ഹും എന്ന് വരുന്നു. കണ്ടോ? ക്രിയയിൽ മാറ്റം വരുന്നത് കണ്ടോ നിങ്ങൾ? ഇനി അടുത്തത് തും എന്നാണ് കർത്താവെങ്കിലോ? തും കർത്താവായിട്ട് വരുമ്പോൾ എന്ത് വരുന്നു? തും. തും എന്ന് പറഞ്ഞാൽ പൊതുവേ എന്താണ്? ഇവിടെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കിയാൽ മതി. ബഹുവചന രൂപമാണെന്ന് അറിയാം അല്ലേ? തും എന്നുള്ളത്. അപ്പോൾ ഇവിടെ പുല്ലിംഗമാണ്, ഇവിടെ സ്ത്രീലിംഗമാണ്. എന്താ വരിക വീട്ടിലെ? ഇപ്പോൾ എന്താ വരുന്നത്? തും പുല്ലിംഗമാണെങ്കിൽ ക്രിയാധാതുവിനോട് കൂടിയിട്ട് എന്ത് വരുന്നു? പഡ്. ക്രിയാധാതു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിയ എന്താണ്? പഠന എന്നുള്ളതാണ് അല്ലേ? അപ്പം ക്രിയ എന്താ? ക്രിയയുടെ മൂലരൂപത്തെ ക്രിയാധാതു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പട് ആണ്. അതിനോട് കൂടെ എന്ത് ചേർക്കണം? തേഹോ. കണ്ടാ? തേഹോ. ഇവിടെ ഹേ, ഹായ്, ഹും, ഹോ എന്നൊക്കെ പറഞ്ഞാൽ ആയിരുന്നു, ആണ്, ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അർത്ഥം വരിക. ആകുന്നു, ഉണ്ട്, ആണ് എന്നർത്ഥം വരിക. ആകുന്നു, ഉണ്ട്, ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ തും എന്നുള്ളത് സ്ത്രീലിംഗാണെങ്കിൽ തും പുസ്തക് പഠിത്തി ഹോ എന്നായി മാറുന്നു. കണ്ടോ? പഠ് ക്രിയാധാതു പ്ലസ് തീ ഹോ. വേണ്ട? അപ്പം നമുക്കത് മനസ്സിലായി. ഇത് ഈ ക്രിയാധാതു പഠിത്തി ഹേ, പഠിത്താ ഹേ, പഠിത്തേ ഹേ, പഠിത്തേ ഹോ, പഠിത്തി ഹോ, പഠിത്താഹും, പഠിത്തിഹും എന്നുള്ള ഈ ക്രിയാരൂപങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കിത് സാമാന്യ വർത്തമാനകാലത്തിലാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഇത് വർത്തമാനകാല രൂപമാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിത് ഒരു 10 ആവർത്തി മനസ്സിലാകുന്നത് വരെ, എത്ര വായിച്ചാലാണോ മനസ്സിലാവുക അത്രയും നോക്കി മനസ്സിലാക്കിയെടുക്കുക. ഇനി ഇത് മനസ്സിലായല്ലോ? സംഭവം സാമാന്യ വർത്തമാനകാലം മനസ്സിലായല്ലോ? അപ്പം ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. ഇത് ലെങ്തി ആയിപ്പോവാ? ഇല്ല, നോക്കാം. ഇനി അടുത്തത് താത്കാലിക. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. താത്കാലിക വർത്തമാനകാൽ. താത്കാലിക വർത്തമാനകാലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ കണ്ടുവോ അവൾ? രാം സ്കൂൾ ജാ രഹാ ഹേ. കേട്ടാ? ജാ എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയാധാതു. ജാന എന്നുള്ളതിൻ്റെ മൂലരൂപമാണ് ജാ. അപ്പം ആ ജാ എന്ന ക്രിയാധാതുവിനോടുകൂടി രഹാഹെ എന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കണം കുട്ടികളെ, ഇതുപോലെ ആവർത്തിക്കണം. ഇവിടെ പുല്ലിംഗ ഏകവചനം വരുമ്പോൾ എന്ത് വരുന്നു? ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എഴുതി മനസ്സിലാവുമല്ലോ. മേലത്തെ ഒരു ഉദാഹരണം പോരെ നിങ്ങൾക്ക് എഴുതി തരണം കുട്ടികളെ. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ക്രിയാധാതു പ്ലസ് ഇവിടെ ആരാ? ക്രിയാധാതു എന്ന് പറയുന്നത് എന്താണ്? ജാ പ്ലസ് രഹാഹെ ഉണ്ടല്ലോ. കാണുന്നില്ലേ കുട്ടികളെ? രഹാഹെ ഉണ്ടോ? അതെന്തുകൊണ്ടാണ് ജാ രഹാഹെ വന്നത്? ഇവിടുത്തെ കർത്താവ് അല്ലേ? ഇവിടുത്തെ കർത്താവ് എന്താണ്? കർത്താവ് പുല്ലിംഗ ഏകവചനമാണ് അല്ലേ? പുല്ലിംഗ് ഏകവചൻ
അല്ലേ, കർത്ത അല്ലേ. അപ്പോൾ ഇവിടെ കർത്താവ് ഒന്നിലധികം പേരുണ്ട്. അപ്പോൾ എന്താ വരിക? രാം ഓർ ശ്യാം സ്കൂൾ ജാ രഹേ ഹൈ. അപ്പം ക്രിയാതാതുവിനോടുകൂടി രഹേ ഹൈ എന്ന് ചേർന്നു അല്ലേ. അത് ഞാൻ എഴുതണം കേട്ടല്ലേ, മനസ്സിലാക്കുക. ഇനി അടുത്തത് പുല്ലിംഗ അല്ല സ്ത്രീലിംഗ ഏകവചനമാണ്, മായയാണ്, മായ. അപ്പോൾ മായ സ്കൂൾ ജാ രഹി ഹേ. അപ്പോൾ ക്രിയാധാതു പ്ലസ് രഹി ഹേ അല്ലേ. ഇനി അടുത്തത് മായ ഔർ മേഘ സ്കൂൾ ജാ രഹി ഹായ്. കണ്ടോ ഇവിടെ എന്താ, ഇത് സ്ത്രീലിംഗ ബഹുവചന രൂപമാണ് അല്ലേ. മായ, ഇത് ഞാൻ ക്രമത്തിൽ എഴുതിയത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മായ ഔർ മേഘ സ്കൂൾ ജാ രഹി ഹായ്. കണ്ടോ, അപ്പോൾ ക്രിയാധാതു പ്ലസ് എന്ത് വരുന്നു? രഹി ഹായ് എന്ന് വരുന്നു അല്ലേ. ഇത് എഴുതണം മക്കളെ, മടിയുണ്ടോ നിങ്ങൾക്ക്? അല്ല ഞാനിവിടെ എഴുതി ചേർക്കണം, എഴുതി ചേർക്കണം. വീഡിയോ കുറച്ച് അപ്പം ഇവിടെ പുല്ലിംഗ ബഹുവചന രൂപം, ഇവിടെ സ്ത്രീലിംഗ ഏകവചന രൂപം, ഇവിടെ സ്ത്രീലിംഗ ബഹുവചന രൂപം. ഓക്കെ, പിന്നീട് മറന്നു പോവാ. അപ്പോൾ ഇവിടെ ക്രിയാധാതു പ്ലസ് രഹേ ഹായ്. കണ്ട കുത്തു വേണം, ബഹുവചന രൂപമായുണ്ട്. ഇവിടെ ക്രിയാധാതു പ്ലസ് എന്ത് വരുന്നു? രഹി ഹേ. ആവർത്തിച്ച് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഇവിടെ എന്ത് വന്നു? ക്രിയാധാതു പ്ലസ് രഹി ഹേ. രണ്ടും ഒരുപോലെ തോന്നും, പക്ഷേ എങ്ങനെയാണ് മനസ്സിലാകുക? ഹേക്ക് കുത്തുണ്ട് അല്ലേ. അപ്പോൾ ഇത് ബഹുവചന രൂപമാണ്, സ്ത്രീലിംഗ ബഹുവചന രൂപമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ ആവർത്തി ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായേ? ഇവിടെ പുല്ലിംഗ ഏകവചനം വന്നപ്പോൾ രഹാഹേ വന്നു, പുല്ലിംഗ ബഹുവചനം വന്നപ്പോൾ രഹേ ഹായ് വന്നു, സ്ത്രീലിംഗ ഏകവചനം വന്നപ്പോൾ രഹി ഹേ വന്നു, സ്ത്രീലിംഗ ബഹുവചനം വന്നപ്പോൾ രഹി ഹായും എന്ന് വന്നു. ഇനി നമുക്ക് 4 രൂപത്തിലായി, 8 രൂപത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഞാനിവിടെ എഴുതി ചേർത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ എന്താ മേ കർത്താവായിട്ട് വരുമ്പോൾ എന്താ വരാവുള്ളേ? ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് താത്കാലിക വർത്തമാനകാലമാണ്. ക്രിയ വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അവൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് താൽക്കാലിക വർത്തമാനകാലത്തിൻ്റെ അർത്ഥം കേട്ടോ. മനസ്സിലാകുന്ന ക്രിയ എവിടെ രൂപത്തിൻ്റെ അർത്ഥം മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ മേ സ്കൂൾ ജാ രഹാഹും, അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അപ്പോൾ ഇത് മേ എന്നുള്ളത് എന്താണ് കുട്ടികളെ? മേ എന്ന കർത്താവ് പുല്ലിംഗ ഏകവചനമാണ് അല്ലേ, അതുകൊണ്ടാണ് രഹാഹും എന്ന് വന്നത്. അതുപോലെ മേ എന്നുള്ളത് മേ സ്കൂൾ ജാ രഹീഹും. അപ്പം മേ എന്നുള്ള കർത്താവ് എന്താണ്? സ്ത്രീലിംഗ ഏകവചനമാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ക്രിയാധാതുവിനോടുകൂടി രഹീഹും എന്ന് ചേർന്നു. ഇനി അടുത്തത് എന്താണ്? തും സ്കൂൾ ജാ രഹി ഹോ. തും സ്കൂൾ ജാ രഹി ഹോ എന്ന് പറഞ്ഞാൽ എന്താ? തും എന്ന കർത്താവ് രഹി ഹോ എന്ന് വരുമ്പോൾ പുല്ലിംഗമാണ് എന്ന് മനസ്സിലായി. അപ്പം തും സ്കൂൾ ജാ രഹേ ഹോ, രഹി ഹോ എന്നൊരു സ്ത്രീലിംഗമാണ് അല്ലേ, രഹി ഹോ. തും സ്കൂൾ ജാ രഹി ഹോ എന്ന് രഹി ഹോ കാണുമ്പോൾ തന്നെ അത് സ്ത്രീലിംഗമാണ്, തും അല്ലേ, കർത്താവ് അല്ലേ എന്ന് മനസ്സിലായി. അപ്പം തും സ്കൂൾ ജാ രഹേ ഹോ എന്ന് പറയുന്നത് തും ബഹുവചന രൂപമാണ്, അതുകൊണ്ടാണ് ക്രിയാധാതുവിനോടുകൂടി രഹേ ഹോ എന്ന് ചേർത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? സാമാന്യ വർത്തമാനകാലം 8 രീതിയിലാണ് നമ്മൾ അധികവും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് പുല്ലിംഗ ഏകവചനം, പുല്ലിംഗ ബഹുവചനം. മറ്റൊന്ന് സ്ത്രീലിംഗ ഏകവചനം, സ്ത്രീലിംഗ ബഹുവചനം. മറ്റൊന്ന് മേ കർത്താവായിട്ട് വരുമ്പോൾ മേ സ്ത്രീയാവാം, മേ പുരുഷനാവാം, സ്ത്രീലിംഗ് ഓർ പുല്ലിംഗ്. അതുപോലെ തും സ്ത്രീലിംഗ് ഓർ പുല്ലിംഗ്, തും ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം. അങ്ങനെ 8 രീതിയിലാണ് നമ്മൾ
ക്രിയാധാതുവിനോട് കൂടിയിട്ട് എന്ത് ചേർക്കുന്നത്? പുല്ലിംഗ ഏകവചനമാണെങ്കിൽ എന്ത് ചേർക്കുന്നു? താഹെ അല്ലേ? ഇവിടെ സാമാന്യ വർത്തമാനത്തിൽ അന്നേ പറഞ്ഞത് താഹെ, തീഹെ, തേഹായ്, തീഹായ്, താഹും, തീഹും, തേഹോ, തീഹോ. അതുപോലെ സാമാന്യ വർത്തമാനകാലത്തിൽ, താത്കാലിക വർത്തമാനകാലത്തിൽ എന്താ വരിക? രഹാഹെ എന്ന് വരുന്നു അല്ലേ? പുല്ലിംഗ ഏകവചനമാണെങ്കിൽ രഹാഹെ, ബഹുവചനമാണെങ്കിൽ രഹേഹായ്, സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ രഹി ഹെ, ബഹുവചനമാണെങ്കിൽ രഹീഹായ്. അതുപോലെ മേ പുല്ലിംഗമാണെങ്കിൽ രഹാഹും, മേ എന്നുള്ളത് സ്ത്രീലിംഗമാണെങ്കിൽ രഹീഹും. അതുപോലെ തും എന്നുള്ളത് പുല്ലിംഗമാണെങ്കിൽ രഹേഹോ. അതുപോലെ തും സ്ത്രീലിംഗമാണെങ്കിൽ ക്രിയാധാതുവിനോട് കൂടിയിട്ട് രഹീഹോ എന്ന് ചേർക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി സന്ദിഗ്ധ വർത്തമാനകാലം. സന്ദിഗ്ധ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? സന്ദിഗ്ധ വർത്തമാനകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് അല്ലേ? സന്ദിഗ്ധ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവും, അമ്മ എനിക്കറിയില്ല അല്ലേ, അമ്മ പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന വാക്കാണ് അല്ലേ? സംശയത്തെ, സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയമല്ലേ, സംശയത്തെ സൂചിപ്പിക്കുന്ന ക്രിയയുടെ വർത്തമാനകാല രൂപമാണ് സന്ദിഗ്ധ വർത്തമാനകാലം രൂപം. അത് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നു? ഇവിടെ കർത്താവ് എന്താണ്? ഇവിടെ കർത്താവ് എന്നുള്ളത് എന്താ? പുല്ലിംഗ ഏകവചനമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? അതിനാണ് ആദ്യം തന്നെ ഏകവചനവും ബഹുവചനവും പിന്നെ സ്ത്രീലിംഗവും പുല്ലിംഗം എല്ലാം പറഞ്ഞു തന്നത്. അത് പഠിച്ചു കഴിയുമ്പോൾ ഇത് എളുപ്പമാവുമല്ലോ. മനസ്സിലായല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോപാൽ കാം കർത്താ ഹോഗ അല്ലേ? ഗോപാലൻ ജോലി ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഗോപാലൻ ജോലി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചേർത്തത്? ക്രിയാധാതു അല്ലേ? കർ അല്ലേ? അതിൻ്റെ കൂടി താ ഹോഗ എന്ന് ചേർത്തു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ക്രിയാധാതു കറിൻ്റെ കൂടെ താ ഹോഗ ചേർത്തു. അതുപോലെ കോമൾ ഔർ വിമൽ, കോമൾ ഔർ വിമൽ കാം കർത്തേ ഹോങ്കെ. കണ്ടാ? അപ്പോൾ ഇവിടെ രണ്ടാൾക്കാരാണ്, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നു. ബഹുവചന രൂപമായതുകൊണ്ട് തേ ഹോങ്കെ എന്ന് ചേർത്തു. ക്രിയാധാതു പ്ലസ് തേ ഹോങ്കെ. ഇത് ഞാൻ എഴുതുന്നില്ല കേട്ടോ കുട്ടികളെ, സമയം വൈകിപ്പോവും. ഇനി അടുത്തത് എന്താണ്? സുമ കാം കർത്തി ഹോഗി. അപ്പം ഇവിടെ എന്താണ്? സ്ത്രീലിംഗ ഏകവചന രൂപമാണ് സുമ എന്നുള്ളത്, കർത്താവ് അല്ലേ? അപ്പോൾ അതിനോടുകൂടി എന്താ? സുമ എന്ന് സ്ത്രീലിംഗ വചനമായതുകൊണ്ട് തന്നെ എന്താ? ക്രിയാധാതുവിനോടുകൂടി തീ ഹോഗി എന്ന് വന്നു. അതുപോലെ തന്നെ സുമ ഓർ രമ, ഇവിടെ എന്താണ്? സ്ത്രീലിംഗ ബഹുവചന രൂപമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ? കർത്താവിനോട് ക്രിയയോടുകൂടി, കർത്താവ് സ്ത്രീലിംഗ ബഹുവചന രൂപമായതുകൊണ്ട് ഇവിടെ ക്രിയയോടുകൂടി തീ ഹോങ്കി, ഹോങ്കി ബഹുവചന രൂപമായി തീർന്നു. തീ ഹോങ്കി എന്ന് ചേർത്തു അല്ലേ? ക്രിയാധാതുവിനോട് കൂടിയിട്ട്. അതുപോലെ മേ എന്ന കർത്താവ് സ്ത്രീലിംഗമായ, ഇവിടെ പുല്ലിംഗമാണ്, പുല്ലിംഗമായതുകൊണ്ട് ഇവിടെ താഹൂങ്ക എന്ന് വന്നു. കൊണ്ടോ? താഹൂങ്ക. അപ്പോൾ മേ എന്നുള്ള കർത്താവ് സ്ത്രീലിംഗമായി വരുമ്പോൾ തീ ഹൂങ്കി എന്ന് വരുന്നു. അതുപോലെ തും എന്നുള്ള കർത്താവ് എന്താണ്? ഇവിടെ പുല്ലിംഗമായതുകൊണ്ട് തേ ഹോഗെ എന്ന് വന്നു. തേ ഹോഗെ. അപ്പോൾ തും എന്നുള്ള കർത്താവ് എന്താണ്? ഇവിടെ രണ്ടൊരുമിച്ച് എഴുതി. കണ്ട? സോറി കുട്ടികളെ, സ്ത്രീലിംഗമായതുകൊണ്ട് ഇവിടെ തീ ഹൂഗി എന്ന് ചേർത്തു. കണ്ട? അപ്പോൾ ഇവിടെ കർ ക്രിയാധാതു കർ ആണ് പ്ലസ് എന്താ? തീ ഹൂഗി. ഇതുപോലെ നിങ്ങൾ മറ്റുള്ളതെല്ലാം എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ തീ ഹോഗി എന്ന് ചേർത്തു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ തീ ഹോഗി വന്നത്? തും എന്നുള്ള കർത്താവ് സ്ത്രീലിംഗമാണ് അല്ലേ? അതുകൊണ്ടാണ് തീ ഹോഗി എന്ന് വന്നത്. തും എന്നുള്ള കർത്താവ് സ്ത്രീലിംഗമായതുകൊണ്ട് ക്രിയാധാതുവിനോട് കൂടി തീ ഹോഗി എന്ന് ചേർത്തു അല്ലേ? കാണുന്നില്ല മക്കളെ? ഇതാ കണ്ടോ? തീ ഹോഗി എന്ന് ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏകദേശ രൂപം കിട്ടി അല്ലേ? ഏകദേശമില്ല, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എന്താണ് വർത്തമാനകാലം എന്താണെന്ന് മനസ്സിലാക്കി.
അല്ലേ? ഇനി കുറച്ച് ഉദാഹരണം എല്ലാം ചെയ്യുമ്പോൾ സ്വന്തമായി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് തറവാവും. ഓക്കെ. അപ്പം വർത്തമാനകാലം 3 വിധത്തിലുണ്ട്. അവ സാമാന്യ വർത്തമാനകാൽ, താത്കാലിക വർത്തമാനം, സന്ദിഗ്ധ വർത്തമാനകാൽ എന്നിവയാണ്. അതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലായി. അത് കർത്താവിൻ്റെ ലിംഗവചന ഭേദമനുസരിച്ചിട്ട് ക്രിയയിൽ മാറ്റം വരുന്നു എന്ന് മനസ്സിലായി അല്ലേ? അപ്പം ക്രിയയുടെ മൂലരൂപത്തോട് കൂടിയിട്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എന്താണ് ക്രിയയുടെ രൂപങ്ങൾ അല്ലേ? സാമാന്യമാണോ താത്കാലികമാണോ സന്ദിഗ്ധമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിയയുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ്. അപ്പം അതെങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ നിങ്ങൾ നന്നായിട്ടിത് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കാലം എന്നതിനെപ്പറ്റി, വർത്തമാനകാലം എന്താണെന്ന് മനസ്സിലാക്കാം. അത് മലയാളത്തിൽ മനസ്സിലാക്കി ശേഷം ഹിന്ദിയിലേക്ക് മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായി പഠിക്കൂ. പ്ലീസ് ഫോർ വാച്ചിങ്. താങ്ക് യു. വല്ല കുറ്റങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയുക. ആരൊന്നും മിണ്ടാതിരിക്കുന്നത് ശരിയില്ലല്ലോ. ചുമ്മാതിരുന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുവേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.